ഒരു മൊബൈൽ ഫോൺ പോലും ഉപയോഗിക്കാത്ത ആളാ സത്യനാഥൻ മാഷ്. സ്കൂളിലൊരു IT ലാബ് തുടങ്ങുമ്പോൾ കമ്പ്യൂട്ടറുമായി ബന്ധമുള്ള ഒരാളായില്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ഒരു എൻഗേജ്മെന്റ് ഇല്ലാത്തത് ആ സത്യനാഥ മാഷയുടെ പ്രധാന പ്രശ്നം. ക്ലാസ് ടൈം കഴിഞ്ഞു പോയി കമ്പ്യൂട്ടർ പഠിക്കട്ടെ, തേക്കിൻ കാർഡിലെ സഭയും ചീട്ടുകളി അവസാനിക്കുമല്ലോ. ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ രാജേന്ദ്ര? ഈ പ്രായത്തിൽ പഠിക്കാന്നൊക്കെ പറഞ്ഞ മാഷ് അതിന് സമ്മതിക്കുവോ? അതൊക്കെ ഞാൻ ഏറ്റു. ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ഒന്ന് നിർബന്ധിച്ചാ മതി. ആളിവിടെ തന്നെ ഉണ്ട്. മാഷ് വരും. മാഷേ ഒരു കയ്യെടുത്തേ. സത്യ മാഷേ ഒന്ന് എഴുന്നേറ്റ് വന്നേ, ഒരു കാര്യം സംസാരിക്കാൻ. ഈ നേരത്താ നല്ല കഥയെ. ഞാൻ പ്രിൻസിപ്പാളിനെ പിടിച്ചു വലിച്ചുകൊണ്ടിരിക്കുക. ഒന്ന് എഴുന്നേറ്റ് വരും. എന്റെ രാജേന്ദ്ര മാഷെ ഓണേഴ്സ് വിളിച്ചിട്ടിരിക്കുക. ഈ നേരത്തെ കോൺസെൻട്രേഷൻ പോയി കഴിഞ്ഞാൽ പിന്നെ എണ്ണം പിടിക്കാൻ പറ്റില്ല. ഒന്ന് പോയി മാഷേ, ഇത് നിങ്ങൾ പിള്ളേരെ പഠിപ്പിക്കുന്ന ഞാൻ പാടില്ലാട്ടാ. ഞാൻ പറഞ്ഞില്ല. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് വന്നിക്കണം. പറ്റുമെങ്കിൽ എന്റെ കൂടെ ഒന്ന് വരൂ പ്ലീസ്. മാഷെ പോലെ ഞാൻ പോവാ. ഇനി പൂരപ്പറമ്പിലെ ചീട്ടുകളിക്കാരുടെ കൂടെ ഇരുന്നു വെച്ച് HMന്റെ സ്റ്റാറ്റസ് കളയണ്ട. എന്താ കാര്യം ഞാൻ കാലത്ത് പറഞ്ഞു തന്നെ. മാഷ് സീരിയസാ. എനിക്കിതിലൊന്നും താല്പര്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഞാൻ പോവാ രാജേന്ദ്ര. നിക്ക് പറയട്ടെ. ഇത്രയും കാലമായിട്ട് ഞാനിതൊന്നും പരിചയിച്ചിട്ടില്ല. ഇനി ഈ കാലത്ത് ഇത് പഠിക്കാൻ എനിക്കൊട്ട് താല്പര്യമില്ല. പുതിയതായിട്ട് തുടങ്ങുന്ന കമ്പ്യൂട്ടർ ലാബിന്റെ ഇൻചാർജ് ആ കമ്പ്യൂട്ടർ ടീച്ചറെ ഏൽപ്പിച്ചാൽ പോരെ. എന്റെ പെടലേക്ക് വെക്കുന്ന എന്തിനാണ്?